സോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് പ്രോബ്ലം സോൾവിങ് എന്നല്ലേ? അതായത് ആർട്ട് ഓഫ് പ്രോബ്ലം സോൾവിങ്. എങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് വരുന്ന പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ പല അവസ്ഥയിലും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് പ്രോബ്ലം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ലൈഫിൽ വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? എങ്ങനെ അത് നമ്മൾ മാനേജ് ചെയ്യണം? ഏതൊരു കാര്യത്തിനും ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു മാനേജ്മെന്റ് ഉണ്ടാവും. ആ ഒരു മാനേജ്മെന്റ് ആയിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതോറിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടൊക്കെ എന്തിനാണ് ഈ സംഭവം എന്ന് പറയുന്നത്? നല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ഥാപനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, മാനേജ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സിമ്പിളായിട്ട് പ്രോബ്ലം അല്ലാതെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും ഈ പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വരിക എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും നമുക്ക് മീൻ ചെയ്യുന്നത്? അതായത് എന്തിൻ്റെയൊക്കെയോ ലാക്കിങ് അല്ലേ പ്രോബ്ലം ആയിട്ട് നമ്മൾ പ്രതിഫലിക്കുന്നത്? പണമില്ലാത്ത അവസ്ഥ, ഫെയിം ഇല്ലാത്ത അവസ്ഥ, അല്ലാന്നുണ്ടെങ്കില് അനുകൂല്യങ്ങൾ, അപ്രിസിയേഷൻ കിട്ടാത്ത അവസ്ഥ, ആരുടെയൊക്കെയോ മിസ്സിങ്, അങ്ങനെ എന്തൊക്കെയോ ലാക്കിങ് വരുമ്പോളാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത് ല്ലേ? ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി നിങ്ങള്. എപ്പളാണ് എനിക്ക് പ്രോബ്ലംസ് വരുന്നത്? അല്ലെങ്കിൽ എന്താണ് എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്? അപ്പൊ ആ പ്രോബ്ലത്തിനെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്തൊക്കെയോ സംഭവത്തിന്റെ ലാക്കിങ് ആണ് നമ്മളെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുറേ കാര്യങ്ങള് ലൈഫിൽ കുറേ സക്സസ് കണ്ടിട്ടുള്ള പല ആളുകളും, പല ജഡ്ജൻസും അവരവരുടെ ലൈഫിൽ കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു തിയറി ആയിരുന്നു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതാണ്. നമ്മള് നമ്മുടെ ചുറ്റുഭാഗം നോക്കിക്കഴിഞ്ഞാൽ തന്നെ പണ്ടൊന്നും നമുക്ക് കറണ്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? കുറേ കാലങ്ങൾക്ക് മുന്നേ പണ്ട് കുറേ നമുക്ക് കറണ്ട് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊരു പ്രോബ്ലം ഫേസ് ചെയ്തപ്പോൾ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് തൻ്റെ മനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചില്ലേ? റിപ്പീറ്റഡ് ആയി തൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നു. ഓ, ഈ കറണ്ട് ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്താണ് ഓവർകം ചെയ്യാൻ പറ്റുന്ന സംഭവം? അങ്ങനെ ഒരു പ്രോബ്ലം താൻ ഫേസ് ചെയ്തപ്പോൾ ആ ഒരു ഫേസ് ചെയ്ത പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് താൻ എന്ത് ചെയ്തു? ആ ചെയ്തൊരു സംഭവത്തില് കംപ്ലീറ്റ്‌ലി പ്രാക്ടിക്കലായിട്ടും കംപ്ലീറ്റ്‌ലി അതില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് കറന്റ് എന്ന് പറയുന്ന ഒരു വിദ്യയെ നമ്മള് കണ്ടുപിടിച്ചത് ല്ലേ? അതിപ്പോ എത്ര കാലങ്ങളും എത്രത്തോളം ആളുകൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള വലിയൊരു എവല്യൂഷണറി സംഭവമാണ് ക്രിയേറ്റ് ചെയ്തത് നോക്കിയേ. അതാണ് പറയുന്നത് ഏതൊരു പ്രോബ്ലം എന്ന് പറയുന്നതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമ്മളെ ലൈഫിലും ഉണ്ടാകുന്ന ഓരോരോ പ്രോബ്ലംസ് എന്ന് പറയുന്നതും നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പളൊരു ലൈഫ്ന്ന് അടുത്തൊരു ലൈഫിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിപ്പോ പ്രോബ്ലം വരുമ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? പ്രോബ്ലം ഒന്ന് മാറിയാൽ മതിയായിന്നേ, എന്റെ പ്രശ്നങ്ങളൊന്ന് മാറിയാൽ മതിയായിന്നേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിരന്തരം ആ പ്രശ്നത്തെ ഇങ്ങനെ ശപിച്ച് ആ പ്രശ്നത്തിൽ തന്നെ നിന്നിട്ട് നമ്മളിങ്ങനെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റാത്തത്. നമ്മളൊരു പ്രോബ്ലത്തിലിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ മൈൻഡ് കംപ്ലീറ്റ്‌ലി കണ്ടാമിനേറ്റഡ് ആവും. അല്ലെങ്കിൽ കംപ്ലീറ്റ്‌ലി ആ ഒരു പ്രോബ്ലത്തിനെ പറ്റി മാത്രം ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഒറ്റ പോസിബിലിറ്റീസും കാണലുണ്ടാവില്ല. ബട്ട് എന്ന് മുതൽ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ, ആ പ്രോബ്ലത്തിന് അതീതമായിട്ട് നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകുന്നോ, അന്ന് മുതൽ നമ്മളിലേക്ക് എന്ത് പോസിബിൾ ആയിട്ട് വരും? അതിനുള്ള സൊല്യൂഷൻ നമുക്ക് വരും എന്നുള്ളതാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഉള്ളിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, ലൈഫില് ഒരു പ്രോബ്ലം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു ലാക്കിങ് വന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു ലാക്കിങ് എന്ന് പറയുന്ന ഈ ഒരു കുറവെന്ന് പറയുന്ന സംഭവത്തെ ഞാൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള പ്രോബ്ലം മാറും. സിമ്പിൾ അല്ലേ? അപ്പൊ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തൊക്കെയോ കുറവാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ അഭാവമാണ് എന്ന് പറയാം. അപ്പൊ ഈ അഭാവത്തിലുള്ള അല്ലെങ്കിൽ ഈ കുറവായിട്ടുള്ള സംഭവത്തെ നമ്മൾ കുറഞ്ഞ സംഭവം എന്താന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം കൂടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാവുമ്പോൾ, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാവുമ്പോൾ സിമ്പിൾ ആയിട്ട് പ്രോബ്ലത്തിനെ നമുക്ക് ഓവർകം ചെയ്യാൻ തയ്യാറാവും എന്നുള്ളതാണ്. ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ പ്രശ്നംസ് വരുമ്പോൾ എന്തൊക്കെയോ എന്തൊക്കെയോ ആണ് നമ്മൾ ഇതിലിങ്ങനെ പെരുപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റുന്നത് കൊണ്ടാണ്. ഈ വലിയ സംഭവമാക്കി മാറ്റുക എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്, ആ പ്രശ്നത്തിൽ നിന്ന് തന്നെ കളിക്കുന്നത് കൊണ്ടാണ് അത് നമുക്കൊരു സൊല്യൂഷൻ കിട്ടാത്തത്. അപ്പോ ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം, പ്രോബ്ലത്തിന് വന്നാല് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്ത് ഫീൽ ചെയ്തിട്ടായിരിക്കണം എന്ന് ആലോചിച്ചിട്ട് അതിലുള്ള ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആക്ഷൻ എടുക്കുന്നതിലൂടെ മാത്രമാണ് പ്രോബ്ലം നമ്മളിലേക്ക് മാറുള്ളൂ എന്നുള്ളത്.
അപ്പോൾ നിങ്ങള് ഇനി എങ്ങനെയാ നമുക്ക് ആ പ്രോബ്ലത്തിന് ആക്ഷൻ എടുക്കാൻ പറ്റും? ആ കാര്യം നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പൂവ്, ഒരു ചെടി അല്ലെങ്കിൽ ഒരു ഫ്ലവർ നമ്മൾ നോക്കുകയാണ്. ആ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ അത്രയും മനോഹാരിതയിൽ ഇരിക്കുന്നതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വേരാണല്ലേ. അല്ലെങ്കിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വേരാണല്ലേ. ആ വേര് നല്ല രീതിയില് ഫലങ്ങളും, നല്ല രീതിയിൽ ഓക്സിജനും, നല്ല രീതിയിൽ വാട്ടറും ഒക്കെ ന്യൂട്രീഷ്യൻസ് ഒക്കെ വലിച്ചെടുത്തിട്ട് ആ ഒരു പൂവിലേക്ക് എത്തിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വേരിന് ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ ആ ഫ്ലവർ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നില്ലേ, അല്ലെങ്കിൽ തെളിമയാർന്ന് നമുക്കല്ല കൗതുകമുള്ള രീതിയിൽ നിൽക്കുന്നതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ടിൽ ചേഞ്ച് നമ്മൾ കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പുറകോർത്തിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ലൈഫിലൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ, ഒരു മരത്തിനെ കൺസിഡർ ചെയ്യുക. ആ ഒരു മരത്തിന് ഇലയ്ക്ക് ചെറിയൊരു കേട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്, ആ ഒരു ഇലനെ വെട്ടി മാറ്റുക, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയൊരു ഇല റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെ മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പ്രോബ്ലം കഴിഞ്ഞിട്ട് ആ പ്രോബ്ലത്തിനെ അസോസിയേറ്റ് ചെയ്തിട്ട് അടുത്ത പ്രോബ്ലം, അങ്ങനെ പ്രോബ്ലം പ്രോബ്ലം തന്നെ വന്നുകൊണ്ടേ ഇരിക്കുന്നതിന് ഒന്നാമത്തെ റീസൺ നമ്മൾ ഇങ്ങനെ മാത്രം മാറ്റങ്ങൾ വരുത്തുന്നുള്ളൂ. ഒരു ചെടി എടുത്താൽ അല്ലെങ്കിൽ ഒരു മരം എടുത്തു കഴിഞ്ഞാൽ മരയിലെ ചിലകളിൽ മാത്രം മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ടാണ് നമുക്ക് പ്രോബ്ലം നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുമാറാതെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനപ്പുറമായിട്ട് ആ ഒരു പ്രശ്നം വന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട്, കാര്യകാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു മരത്തിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങിച്ചെത്താൻ, റൂട്ടിൽ നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറാവാന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ടൊരു ചേഞ്ചസ് വരും അല്ലേ. അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ഇടപെടേണ്ട ഇടം എന്ന് പറയുന്നത് തുടക്കത്തിലാണ്. തുടക്കം എന്ന് പറയുന്നത് എന്താണ്? റൂട്ടിലാണ് എന്നുള്ളതാണല്ലേ. അപ്പോ നമ്മുടെ ലൈഫിലും ഓരോരോ പ്രോബ്ലംസ് വരുന്നതിന്റെയും അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങള് നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയലുണ്ട് ല്ലേ, "ദ ട്രഷർ ഹൗസ് ഈസ് വിത്തിൻ യു." നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ട്രഷർ ഹൗസ് ഇരിക്കുന്നുണ്ട്. എന്താ ട്രഷർ ഹൗസ് എന്ന് പറഞ്ഞാല്? നിധി ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തെ നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ എപ്പോഴേലും അറിഞ്ഞിട്ടുണ്ടോ? ഇതാണ് എൻ്റെ നിധി, എൻ്റെ ഉള്ളിൽ നിധി ഉണ്ട് എന്നുള്ളൊരു സംഭവം. അപ്പൊ ഇന്ന് മുതൽ നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കിയിട്ട് ഇന്ന് മുതൽ നമ്മൾ സീക്ക് ചെയ്ത് കൊണ്ടേയിരിക്കുക. എന്താണ് എൻ്റെ ട്രഷർ എന്ന് പറയുന്നത്? എന്താണ് എൻ്റെ നിധി എന്ന് പറയുന്നത്? നിധി എന്ന് പറയുമ്പോൾ സിമ്പിളി നമുക്ക് പറയാൻ പറ്റില്ലേ, ഒരു സമാധാനത്തോടു കൂടിയുള്ള, സന്തോഷത്തോടു കൂടിയുള്ള ലൈഫല്ലേ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും നമുക്ക് ഓരോരുത്തരും വേണ്ടതായിട്ടുള്ളതും. പക്ഷെ അതിന് ഓവർകം ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മളിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവം വരുന്നത്? പല മൈൻഡ് മാസ്റ്റേഴ്സും അതേപോലെ തന്നെ പല മൈൻഡ് കോച്ചേഴ്സും പറയുന്ന സംഭവമാണ്, ദ ട്രഷർ ഹൗസ് ഈസ് വിത്തിൻ യു. ഓക്കെ, അപ്പൊ എൻ്റെ ഉള്ളിൽ ട്രഷർ ഹൗസ് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വൈ ദിസ് പ്രോബ്ലം ഹാപ്പനിങ് ടു മീ? എന്തുകൊണ്ട് എനിക്ക് പ്രോബ്ലം വരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എൻ്റെ ലൈഫിലേക്ക് വരുന്നത്? സിംപിളി പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മൈൻഡ് വളർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ മൈൻഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രെയിം, നമ്മളുടെ ചിന്തകളിലെ രീതികളും ചിന്തകളുടെ വൈബ്രേഷനും മാറുമ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ പ്രോബ്ലത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയിൽ ആ ഒരു കാര്യത്തെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഈ സ്റ്റോറി നമുക്കിവിടെ അത്രയും അത്യാവശ്യമുള്ളവരാണ്. അതായത് പണ്ടൊരിക്കല് കുറേ പ്രോബ്ലംസ് ആയിട്ട് ലൈഫിന് സൂയിസൈഡൽ എത്തുന്ന രീതിയിലായി. അത്രയും സ്റ്റെപ്പ് ബാക്സും അത്രയും പ്രോബ്ലംസും ലൈഫിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാണ് ഒരു വ്യക്തിയെ. അങ്ങനെ ഒരു വ്യക്തി എന്ത് സൊല്യൂഷൻ കിട്ടും? എൻ്റെ ഒരു പ്രോബ്ലത്തിനെ മാറാൻ എന്ത് സൊല്യൂഷൻ കിട്ടും എന്നിങ്ങനെ നിരന്തരമായിട്ട് ആലോചിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആ വ്യക്തി എന്തായി, സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് പോവാണ്. ആത്മാർത്ഥ ചെയ്യുക അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് അദ്ദേഹമായിട്ട് മാറിയിട്ട് അങ്ങനെ സൂയിസൈഡിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന ഇടയിൽ അദ്ദേഹം മരിക്കാൻ വേണ്ടി പോവാണല്ലോ. അങ്ങനെ പോകുന്ന ഇടയില് ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു ഗുരു ഒരു മൂലക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഓ, ഈ സന്യാസിനിമാർ, ഗുരുവെന്ന് പറയുന്നതൊക്കെ നല്ല അറിവിന്റെ നിറകുടങ്ങളാണല്ലോ. അപ്പൊ എന്നെ വെറുതെ ഏതായാലും കിട്ടിയൊരു ജീവനേ ഉള്ളൂ. ആ ജീവന് പ്രോബ്ലംസ് ആയിട്ട് ഞാൻ എന്താ നശിപ്പിക്കാൻ പോവാണ്. അപ്പൊ അതിനു മുന്നേ ഒരു ഗുരുവിനോടും പാടി ഒന്ന് ചോദിച്ചു നോക്കാം. എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടിയിട്ട് തിരിച്ചു വന്നാലോ, അല്ലെങ്കിൽ ഗുരു എന്തെങ്കിലും വിദ്യ പഠിപ്പിച്ച് തന്നാലോ എന്നൊക്കെ ഉള്ള ചിന്തയില് അദ്ദേഹം ഗുരുവിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഗുരുവിന്റെ അടുത്തേക്ക് പോയിട്ട് ഗുരുവിനോട് തന്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. "ഗുരുവേ, ലൈഫിൽ ഇന്ന പ്രോബ്ലംസ് ഇരിക്കുന്നുണ്ട്. എൻ്റെ റിലേഷൻഷിപ്പ് ഒരിക്കലും സെറ്റല്ല. അതുപോലെ തന്നെ എൻ്റെ ജോബിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അവിടെ എനിക്ക് വേണ്ട രീതിയിൽ ഏർണിങ്സ് കിട്ടുന്നില്ല. കടവും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ ആകെ ഫുള്ളായിട്ടുണ്ട്. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ വിചാരിക്കണ്. എന്താ ഞാൻ ചെയ്യേണ്ടേ? ഗുരുവിന്റെ അടുത്തൊരു സൊല്യൂഷൻ ഇരിക്കുന്നുണ്ടോ?" ചോദിക്കാം. അപ്പൊ ഗുരു ചോദിച്ചു, "നിനക്ക് ഇന്ന പ്രശ്നങ്ങളാണല്ലോ ഉള്ളത്.
ഈ പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നല്ലേ നീ വിചാരിക്കുന്നത്? അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്യാനല്ലേ നീ പോകുന്നത്? ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. അത് ചെയ്തതിന് ശേഷം നീ സൂയിസൈഡ് ചെയ്തോ. അല്ലെങ്കിൽ നീ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്, ആ തീരുമാനം എടുത്തോ എന്ന് പറയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. ഓഹ്! ലൈഫിലെ ഏറ്റവും ലാസ്റ്റത്തെ സംഭവമല്ലേ. ഇനി ലൈഫില്ലല്ലോ. സൂയിസൈഡ് ചെയ്ത് ഇറങ്ങിയല്ലേ. ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഏതായാലും അവസാനത്തെ ഒരു പ്രവർത്തനല്ലേ. അതും പാടി ചെയ്തിട്ട് പോവാം. അത്ര ധൃതിയൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രവർത്തനം തയ്യാറാവാണ്. അപ്പൊ ഗുരു അദ്ദേഹത്തിനോട് പറയാണ്, "നീ ഒരു 2 ഉപ്പിന്റെ പാക്കറ്റ്, ഉപ്പില്ലേ, അപ്പൊ സാൾട്ടിന്റെ പാക്കറ്റ്, 2 സാൾട്ടിന്റെ പാക്കറ്റ് നീ മേടിച്ച് കൊണ്ടുവരണം. എന്നിട്ട് ഞാൻ നിനക്കൊരു ടാസ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് തരാണ്. ആ ഒരു കാര്യം നീ ചെയ്യണം എന്നുള്ളതാണ്. ഒരു പ്രവൃത്തി നീ ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം ഓക്കെ 2 ഉപ്പിന്റെ പാക്കറ്റ് മേടിച്ച് തന്നു. ഗുരുവിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഗുരു അദ്ദേഹത്തിന് ഒരു ഗ്ലാസ്സില്, ഒരു വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സില് ഫുള്ള് വെള്ളമാക്കിയിട്ട് ആ വെള്ളം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയാണ്, "നിന്റെ കയ്യിലുള്ള ഒരു ഉപ്പിന്റെ പാക്കറ്റ് ഉണ്ടല്ലോ, 2 പാക്കറ്റില് ഒരു പാക്കറ്റ് ഉപ്പ് എടുത്തിട്ട് നീ ഇത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കംപ്ലീറ്റ് കലർത്തിയിട്ട് അത് കുടിക്കാൻ" പറയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് നോക്കി. അത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബിറ്റർ ടേസ്റ്റ് ആവുമല്ലോ. നമുക്കൊരിക്കലും ആഹ്, നമുക്ക് ഉപകാരപ്രദമാകുന്ന അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല കയ്പും പുളിയൊക്കെ വരുമല്ലോ എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാലും ഗുരു പറഞ്ഞതല്ലേ വെച്ചിട്ട് അദ്ദേഹം അങ്ങട് കുടിച്ചതും സഹിക്കാൻ പറ്റാത്ത കയ്പ്പാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. അദ്ദേഹം ഗുരുവിനെ കുറെ തെറി വിളിച്ച്. "എന്താണ് ഗുരു, ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ കാട്ടേണ്ടത്? ഒരാളങ്ങനെ ബുദ്ധിമുട്ടിക്കാണോ നിങ്ങൾ ചെയ്യേണ്ടത്? പല രീതിയിൽ ഞാൻ ശാവൂല. എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്നു" എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഗുരു പറയാണ്, "ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നീ ഒരിക്കലും ജഡ്ജ് ചെയ്യല്ലേ. ഡിഫൈൻ ചെയ്ത് നിൽക്കല്ലേ. കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഒരു ടാസ്കും കൂടി ഇരിക്കുന്നുണ്ട്. ഒരു ഉപ്പും പാക്കറ്റും കൂടെ നിന്റെ കയ്യിലുണ്ടല്ലോ. ആ ഉപ്പും പാക്കറ്റായിട്ട് എന്റെ കൂടെ വാ" എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹവും ഗുരുവും അദ്ദേഹവും പാടി ഉപ്പും പാക്കറ്റായിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഗുരു ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് അദ്ദേഹം ഇറക്കി. ഒരു വിശാലമായ വലിയ കുളമാണ്. ആ കുളത്തിലേക്ക് അദ്ദേഹത്തിനെ ഇങ്ങനെ ഇറക്കി. എന്നിട്ട് അദ്ദേഹത്തിനോട് ഈ ഒരു ഉപ്പും പാക്കറ്റ് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അദ്ദേഹം കട്ട് ചെയ്തു. എന്നിട്ട് അതേ ക്വാണ്ടിറ്റി ആ ഒരു ഗ്ലാസ്സില് നമ്മൾ എത്രത്തോളമാണോ നിറച്ചത്, അതേ ക്വാണ്ടിറ്റി ഈ ഒരു കുളത്തിലേക്ക് നിറക്കാൻ പറയാണ്. അങ്ങനെ കുളത്തിലേക്ക് നിറച്ചിട്ട് അദ്ദേഹത്തോട് ആ കുളത്തിന്ന് വെള്ളം കുടിക്കാൻ പറയാണ്. അദ്ദേഹം സിമ്പിളായിട്ട് കുടിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാലോ അത്രയും വലിയ കുളത്തില് ഈ ചെറിയൊരു ഉപ്പ് കലർത്തിയാൽ ഒന്നും അതിന് ഭാഗമാകില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഗുരു അവിടെ ടീച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു വ്യക്തിക്ക്. ഇന്ന് മുതൽ നീ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഞാൻ നിനക്ക് ഈ തന്നൊരു ഗ്ലാസും അതേപോലെ തന്നെ ഒരു വെള്ളം ഉണ്ടല്ലോ. ഇതുപോലെ തന്നെ എനിക്ക് കാണിച്ചു തന്ന ഒരു കുളമുണ്ടല്ലോ. ഈ കുളം റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നിന്നെ മനസ്സിലാക്കി തരുന്നത് നിന്റെ മനസ്സിനെയാണ് എന്നുള്ളതാണ്. നിന്റെ മനസ്സ് എത്രത്തോളം ചെറുതാകുന്നോ അത്രത്തോളം പ്രോബ്ലംസ് നിന്നിലേക്ക് വരുമ്പോ അത് വലിയ പ്രോബ്ലം ആയിട്ട് നിനക്ക് ഫീൽ ചെയ്യും. നിന്റെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള വലിയൊരു മനസ്സാ എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു പ്രോബ്ലം ആയിട്ട് ആ സംഭവത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫിയറും പ്രോബ്ലത്തിനൊക്കെ നമ്മളിങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഈ ചെറിയൊരു കുപ്പിയിലിട്ടില്ലേ ചെറിയൊരു ഗ്ലാസ് ഇട്ട് കുടിച്ചപ്പോഴല്ലേ അത്ര കയ്പ്പ് തോന്നിയത്. അത് വലിയ കുളത്തിലായപ്പോൾ ഒരു കയ്പും തോന്നിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ലൈഫിൽ എന്ന് പറയുന്നത്, പ്രോബ്ലം എന്ന് പറയുന്നത് ഒഴിച്ചു പാടാൻ പറ്റാത്തൊരു സംഭവമാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. മാറ്റി നിർത്താൻ പറ്റാത്ത സംഭവമാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഏതൊരാൾക്കും പ്രശ്നങ്ങൾ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. ബട്ട് ആ ഒരു പ്രശ്നത്തെ ഏതൊരു മൈൻഡിൽ ഇരുന്നിട്ട്, ഏതൊരു മാനസിക അവസ്ഥയിൽ ഇരുന്നിട്ട് നമ്മളതിനെ ഓവർകം ചെയ്യുന്നു എന്നതാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പോ നമ്മളവിടെ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം എന്താണ്? ഈ പ്രശ്നത്തെ മാറ്റുന്നതിനപ്പുറമായിട്ട് ഈ ഒരു പ്രശ്നം നമ്മളിലേക്ക് വന്നില്ലേ? വന്നിട്ട് ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലല്ലേ? ഈ മനസ്സിനൊന്ന് വിശാലമാക്കിയാ പോരെ? ഈ മനസ്സിനൊന്ന് വിശാലമാക്കിയാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പ്രശ്നമല്ലാതായിട്ട് മാറും. അപ്പൊ എല്ലാ പ്രശ്നങ്ങളെയും പ്രശ്നമല്ലാതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം നമ്മുടെ മനസ്സിനെ വിശാലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണ്? ദ ട്രഷർ ഹൗസ് ഈസ് വിത്തിൻ യു. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ട്രഷർ ഹൗസ് ഇരിക്കുന്നുണ്ട്. വന്ന പ്രശ്നത്തെ മാറ്റാനുള്ള വിദ്യ നമ്മളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളൊരു മരുന്ന് കഴിക്കാണ്. ആ മരുന്ന് കഴിക്കുമ്പോ, ആ മരുന്നെന്ന് പറയുന്ന കെമിക്കല് അതിന്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുള്ളിൽ അനുഭവപ്പെട്ട അസുഖം നിങ്ങൾക്ക് മാറുന്നില്ലേ? എന്താണ് അവിടെ മാറാൻ തയ്യാറായിട്ടുള്ളത്? അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, അസുഖം തന്നതും എന്റെ ശരീരം, അസുഖം മാറ്റിയതും എന്റെ ശരീരം എന്നുള്ളത്. ആ ഒരു മരുന്ന് ശരിക്കലും അതിന് കാരണക്കാരായിട്ടല്ലേ ഉള്ളൂ. പക്ഷെ ആ മരുന്നാണോ അസുഖം മാറ്റിയത്? മരുന്നും ശരീരവും കൂടിയപ്പോഴല്ലേ അസുഖം എന്ന് പറയുന്ന അവസ്ഥ നമ്മളിന്ന് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിൽ വരുന്ന പ്രോബ്ലംസിനെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അറിവുകൾ നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ മനസ്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കറിയാലേ, നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്തൊക്കെയോ ഉള്ളിൽ ലാക്കിങ് വന്നിട്ടുണ്ട്. എന്തൊക്കെയിന്റെയോ കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് വന്ന സംഭവത്തെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ആം റെഡി ടു ഓപ്പൺ.
പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പ്രശ്നം വരുമ്പോ, ആ ഒരു പ്രശ്നത്തില് നമുക്കിങ്ങനെ കളിച്ച്, കളിച്ച് ഇങ്ങനെ ഇമോഷണലായി കരഞ്ഞ്, കരഞ്ഞ്, കരഞ്ഞ് ആരൊക്കെയാണോ നമ്മളടുത്തിരിക്കുന്നത് അവരൊക്കെ തെറി വിളിച്ച്, അവരൊക്കെ കാരണക്കാരാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു ശബ്ദ കോലാഹലം ഉണ്ടാക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? അതിനപ്പുറമായിട്ട് എന്നിലൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ, ഈ ഒരു പ്രശ്നത്തെ ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു പ്രശ്നം എന്നത് പ്രശ്നമല്ലാതെ അതിനെ കണ്ടിട്ട്, അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യം നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കാണോ എന്നെപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കണമെന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് എപ്പളാണോ നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്, അന്നേ നമ്മുടെ പ്രശ്നങ്ങൾ മാറുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ പ്രശ്നങ്ങൾ മാറാൻ കാരണമായ സൊല്യൂഷന് നമ്മൾ തേടി പോവാ എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മുന്നേ പറഞ്ഞില്ലേ, റൂട്ട് നമ്മൾ അന്വേഷിച്ച് പോവാം. ഇപ്പൊ ഒരു കയറ്, ഒരു കയറെടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ മുറുക്കി കെട്ടിയിട്ടുണ്ടെന്ന് വെക്കല്ലോ, ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ ആ കയറ് നമുക്ക് പെട്ടെന്ന് ഊരണമെന്നുണ്ടെങ്കില്, എങ്ങനെയാണ് ആ കയറ് നമ്മള് കെട്ടിയിട്ടുള്ളത്, ആ കെട്ടിയ രീതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങട് ഊരിയാ പോരെ? ആ കെട്ടിയ രീതി അറിയുന്ന ഒരു വ്യക്തിയാന്നുണ്ടെങ്കില് സിമ്പിളായിട്ട് ആ കയറ് നമുക്ക് ഊരാൻ പറ്റൂലേ? അപ്പോ അവിടെ നമ്മളെന്താണ്, ആ കയറിന്റെ 2 സൈഡിന്നും പിന്നെ ഇങ്ങനെ വലിച്ച്, വലിച്ച്, വലിച്ച് ഇതാക്കാന്നുണ്ടെങ്കിൽ എന്താണ്, 2 സൈഡിന്നും ഇങ്ങനെ അവിടെ നല്ല പ്രഷർ കൊടുത്ത് വലിക്കാന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ആവല്ലേ ചെയ്യാ. അപ്പൊ നിങ്ങളെ പ്രോബ്ലത്തിനൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ലൈഫില് പ്രോബ്ലംസ് വരുമ്പോ വീണ്ടും പ്രശ്നാണല്ലോ, പ്രശ്നാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ നമ്മളിങ്ങനെ ടൈറ്റ് ആക്കുന്ന പോലെ ഇങ്ങനെ ടൈറ്റ് ആക്കാ നമ്മുടെ മൈൻഡിനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആൻസൈറ്റി, സാഡ്നെസ്, സെറോട്ടോണിൻ പോലത്തെ ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ റിലീസ് ചെയ്യും. ആൻസൈറ്റി, സാഡ്നെസ് അതിന് അസുഖം വരും. അതേപോലെ സെറോട്ടോണിൻ തന്നെ ഹോർമോൺസ് ഇങ്ങനെ റിലീസ് ചെയ്യും. അപ്പൊ ഈ ഹോർമോൺസ് റിലീസ് ചെയ്തിട്ട് നമ്മൾ എത്തുന്ന ഒരു അവസ്ഥ എന്താണ്? ആസ്മ, ഡിപ്രഷൻ, അതുപോലത്തെ വലിയ വലിയ രോഗത്തിന്, നമ്മൾ ഡയബറ്റിക്സ് പോലത്തെ രോഗത്തിന് നമ്മളിങ്ങനെ എന്താണ് വിളിച്ചു വരുത്തുക ചെയ്യുന്നത്. അതായത് നമ്മൾ വെൽനെസ്സിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നത് നമുക്കും അതേപോലെ തന്നെ ചുറ്റുപാടത്തിനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഒരു പ്രോബ്ലം വന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ പ്രോബ്ലത്തിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ട് പോസിബിലിറ്റീസിലേക്ക് നിങ്ങൾ നോക്കുക. ഈ പ്രോബ്ലം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദ ട്രഷർ ഹൗസ് ഈസ് വിത്തിൻ യു. എൻ്റെ ഉള്ളിലുണ്ടല്ലോ നിധിപേടകം. പിന്നെ ഞാൻ എന്തിന് വേറൊരു സംഭവത്തിന് അല്ലെങ്കിൽ എന്തിന് തളരണം എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങളെപ്പോഴും തളർന്നാലും അല്ലെങ്കിൽ തകർന്നാലും തളരാത്തൊരു മനസ്സ് ബിൽഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളിൽ ബിലീവ് ചെയ്യണം. നമ്മൾ നമ്മളിൽ വിശ്വാസം അർപ്പിക്കണം. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ, എന്ത് തന്നെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാലും ഞാനുണ്ട് എന്നൊരു വിശ്വാസം നിങ്ങൾ നിങ്ങളെ സെൽഫിന് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തു നിന്നും രക്ഷപ്പെടും എന്നുള്ളതാണ്. സെൽഫ് ലവിനെ പറ്റി പറയുമ്പോ നമ്മള് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മള് പറയലുണ്ട്, "എനിക്ക് സെൽഫ് ലവ് ആണ് ഭയങ്കര ഇഷ്ടാന്നൊക്കെ" പറയും. എന്നെ എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാന്നൊക്കെ നമ്മള് പറയില്ലേ, നമ്മളെ സെൽഫ് ലവ്. അന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് വീട്ടിലിങ്ങനെ വെറുതെ ഇങ്ങനെ ചടഞ്ഞു കൂടി ഫോണിന്റെ റീൽസും കണ്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കാന്നുണ്ടെങ്കില് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിലാണോ കാര്യം കെടുക്കുന്നത്? നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ട് സക്സസിലേക്ക് എത്തുമ്പോഴല്ലേ നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതല്ലേ യഥാർത്ഥമായിട്ടുള്ള നമുക്ക് വേണ്ടതായിട്ടുള്ള സംഭവം. ഒരു ദിവസം രാവിലെ ഇങ്ങനെ എണീറ്റിട്ട് നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ദിവസത്തിൽ നിങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തായി, ഫ്ലോപ്പ് ആയി പോയി. നിങ്ങൾ ടു ഡു ലിസ്റ്റിൽ ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്ത് പോയി. അപ്പൊ നിങ്ങളെ മനസ്സ്, ഇപ്പൊ നിങ്ങളിങ്ങനെ പഠിക്കാണ്, അല്ലാന്നുണ്ടെങ്കില് നിങ്ങളെന്തോ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാണ്. ആ ഒരു ആക്ടിവിറ്റി എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസിലേക്ക് നയിക്കുന്ന് 100% 100% നിങ്ങൾക്ക് ഉറപ്പുള്ള സംഭവമാണ്. പക്ഷെ നമ്മുടെ മനസ്സിങ്ങനെ പറയാണ്, "കുറച്ച് നേരം ഒന്ന് ഫോൺ നോക്കിക്കോ. ഒരു 5 മിനിറ്റ് ഫോൺ നോക്കിക്കോ." എന്നിട്ട് നമ്മളിങ്ങനെ ഫോൺ നോക്കാണ്. ആ 5 മിനിറ്റ് 10 ആയി, 10 20 ആയി, 20 30 ആയിട്ട് മാറുന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കെ നമുക്ക് തോന്നാം, "ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാലോ, ഇനി ഒരു 5 മിനിറ്റ് കെടുക്കാലോ" എന്നൊക്കെ നമുക്ക് തോന്നലുണ്ട് ല്ലേ? ഈ തോന്നലിനെ പ്രോത്സാഹിപ്പിക്കലല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതിനെ ഓവർകം ചെയ്തിട്ട്, നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ ഓവർകം ചെയ്തിട്ട്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താവാനാണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന സംഭവം ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടായിട്ടുണ്ടാവുക. അടുക്കളയിലൊക്കെ കുറേ പണി ഇരിക്കുന്നുണ്ട്. ആ പണിയൊക്കെ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷെ മനസ്സിനൊരു തളർച്ചയും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ്, ആ തളർച്ചയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ആ സൈഡിൽ ഇങ്ങനെ കിടന്നുറങ്ങാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അപ്പൊ ഒരു ഹാപ്പിനെസ് കിട്ടൂലേ. പക്ഷേ ആ ഒരു കുറേ സമയം പോകുമ്പോ നമ്മളന്നെ അങ്ങ് ശപിക്കും. "ശ്ശേ! എന്തിനാണ് ഞാൻ അങ്ങനെ കരഞ്ഞത്? എന്തിനാണ് ഫോൺ വിളിച്ച് കുറേ സമയം കളഞ്ഞത്?" എന്നൊക്കെ നമ്മളങ്ങനെ ശപിക്കൂലേ. അതിനപ്പുറമായിട്ട് നമ്മളിലെ ഈ ഡിസ്ട്രാക്ഷൻ വന്നതാണല്ലോ. നമ്മൾ ഈ ബുദ്ധിമുട്ട് വന്നില്ലേ, ആ ബുദ്ധിമുട്ട് നമ്മൾ വക പോലും വെക്കാതെ, ആ ബുദ്ധിമുട്ടോട് ഒരു 5 മിനിറ്റ് മാറിയിരിക്ക്. എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്ക് മാറിയിരുന്നിട്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനില്ലേ. അതായത് അപ്പോഴല്ലേ നമുക്ക് തോന്നുക, "ഓ! എന്തിനും എന്റെ സെൽഫ് എന്റെ കൂടെ നിൽക്കുന്നുണ്ട് ട്ടോ. ഞാനൊന്നും പേടിക്കേണ്ടതായിട്ടില്ല ട്ടോ" എന്ന് നമ്മൾ തോന്നുക.
മറ്റേത് നമ്മള് ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഹോണർ മൈസെൽഫ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വെറും വാക്കുകൾ മാത്രമായിട്ട് മാറും എന്നുള്ളതാണ്. ഒരു ഫീലിങ്സ് നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളോട് നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു കുളിർമ, ഒരു ഫീലൊക്കെ വരൂലേ? അതേപോലത്തെ ഫീൽ നമ്മുടെ സെൽഫിനോട് പറയുമ്പോൾ നമുക്ക് വരണം. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുളിർമ നമ്മളിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സംഭവത്തെ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയാനുള്ളത്, പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ബി ഓപ്പൺ ടു റിസീവ്. നമ്മളിലേക്ക് വേണ്ടതായിട്ടുള്ള മാറ്റം എന്താണോ ആ മാറ്റത്തിന് നമ്മൾ റിസീവ് ആയിക്കൊണ്ടേയിരിക്കുക. ഒരു പ്രശ്നം എന്നെ നിരന്തരം അലട്ടുന്നുണ്ടോ? വെൽത്ത് എന്ന പ്രോബ്ലം ആണോ എന്നെ അലട്ടുന്നത്? പണമില്ല എന്നൊരു അവസ്ഥയാണോ നിങ്ങൾ അലട്ടുന്നത്? ആ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ഓക്കെ, പണമില്ല എന്നതാണല്ലേ എൻ്റെ ഒരു പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം കൊണ്ടല്ലേ എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് വേണ്ട രീതിയിൽ വേണ്ട പോലത്തെ സാധനങ്ങൾ കിട്ടാത്തത് എന്താണ്? ഇനി ലാക്ക് ഓഫ് വെൽത്ത് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുക, ഓ, എൻ്റെ മൈൻഡിൽ, എൻ്റെ മനസ്സിൽ ഞാൻ വെൽത്തിനെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്? സമ്പത്തിനെ പറ്റി ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? എന്ന് നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വെൽത്ത് നിങ്ങൾ ലാക്ക് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലും അതേപോലെ നമ്മൾ മെന്ററിങ്ങിലൊക്കെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റുകൾ എന്താണ്? ഈ റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലും. കാരണം റൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഒറ്റയ്ക്ക് തന്നെ കിട്ടണ്ടേ? എന്നിട്ട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റൂട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ റൂട്ടിൽ നിങ്ങളെ പ്രോബ്ലം നമ്മൾ ക്ലിയർ ചെയ്യും. ആ ക്ലിയർ ചെയ്യുന്നതിലൂടെ പിന്നെ ലൈഫിൽ അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യല്ല. വൺ ടൈം സൊല്യൂഷൻ പ്രോബ്ലം എന്നുള്ളതാണ്. കംപ്ലീറ്റ് മാറും എന്നുള്ളതാണ്. അതാണ് റൂട്ടിൽ ക്ലിയർ ചെയ്യുന്നതിന് ഒന്നാമത്തായിട്ടുള്ള പ്രത്യേകത. അപ്പൊ നമ്മള് ഈ മനസ്സിനെ പറ്റി പഠിക്കുക, മനസ്സിനെ പറ്റി അറിയാന്നൊക്കെ പറയുമ്പോ തന്നെ അതിസൂക്ഷ്മതലാണ് ല്ലേ? സൂക്ഷ്മതലത്തിനുള്ള അതിസൂക്ഷ്മതലം. ഒന്നുപാടി നമ്മള് സാധാരണക്കാരനെക്കാട്ടിയും ഒരപ്പുറമുള്ള ഒരു അറിവാണ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം മനസ്സിനെ പറ്റി അറിയുന്നവരും മനസ്സിലാക്കുന്നതും വളരെയധികം കുറവാണ്. ഇപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റിനെ എടുത്ത് നോക്കി നിങ്ങള്, എത്ര ആളുകളുണ്ട്. പല ആളുകളെയും നമ്മൾ പേഴ്സണലി കണക്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പല റീസൺസും അതേപോലത്തെ പല കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സെഷൻ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത്. കാരണം നമ്മുടെ മനസ്സിനെ പറ്റി അറിയുന്നതും പഠിക്കുന്നതുമാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതാണ് എല്ലായിടത്തും ഇരിക്കുന്നത്. എല്ലായിടങ്ങളിലും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മനസ്സെന്ന് പറയുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മൾ മാജിദ കണ്ടിന്യൂസ് എല്ലാ സെഷനിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ രീതിയിലുള്ള ഫീഡ്ബാക്കും ആ രീതിയിലുള്ള മാറ്റങ്ങളും മൂപ്പർക്ക് വരുന്നുണ്ട്. ആളത് കണ്ടിന്യൂസ് നമ്മൾ ഷെയർ ചെയ്യലുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സന്തോഷമാണ്. അപ്പൊ എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റങ്ങൾ നമ്മളിലേക്ക് വരുന്നത്? അപ്പോ അറിവുകൾക്ക്, മനസ്സിനെ പറ്റിയുള്ള വിസ്ഡംസിന് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോ വിസ്ഡം തന്നെ കേട്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചേഞ്ചസ് വരും. അപ്പോ നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ എന്തിന്റെയൊക്കെയോ ലാക്കിങ് മെന്റാലിറ്റിയാണ്, എന്തിന്റെയൊക്കെയോ അഭാവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ഗ്രേറ്റ്ഫുൾ ആവുക. ഓ, അൽഹംദുലില്ലാ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രോബ്ലം വന്നിക്കണ്, നന്നായിക്കണ്. അപ്പൊ പ്രോബ്ലത്തിന് എന്തായി? നമ്മളൊരു നല്ല രീതിയിൽ വെൽക്കം ചെയ്യുമ്പോൾ പ്രോബ്ലം തന്നെ വിചാരിച്ചു, എന്താ ഇപ്പൊ ഇവന്റെ കഥ, ഞാൻ പ്രോബ്ലം തന്നെയാണെന്ന് പ്രോബ്ലത്തിന് വരെ തോന്നിപ്പോവും. അങ്ങനെ പ്രോബ്ലത്തിന് വരെ തോന്നിപ്പോകുന്ന രീതിയിൽ നമ്മുടെ സെൽഫ് ലവും നമ്മുടെ സെൽഫ് വർത്തും കൂടുമ്പോഴാണ് പ്രോബ്ലംസ് ഒന്നും നമ്മുടെ ലൈഫിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ടിക്ക് ടിക്ക് ആയിട്ട് നമ്മൾ അതിന് എന്താ മാറ്റും? ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതായത് എന്താണ് ഇപ്പൊ ഈ പ്രോബ്ലം വരാൻ കാരണം? ഇവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണല്ലേ, ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണല്ലേ. ഓക്കെ, ഈ പ്രവർത്തിച്ച പ്രവർത്തനം, ഈ ചിന്തിച്ച ചിന്തയിൽ ഞാനൊരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ആയി. സിമ്പിൾ ആണല്ലോ. ഇപ്പൊ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെയൊക്കെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ സെൽഫ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ പാർട്ട്ണറെ പറ്റി ചിന്തിക്കുന്നത്? എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് നിരന്തരമായിട്ടൊരു സ്നേഹം തരുന്ന ഒരു വ്യക്തിയായിട്ടാണോ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ പാർട്ട്ണറെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്? അതോ ഞാൻ ഉള്ളിൽ വെച്ചിട്ടിരിക്കുന്ന നിരന്തരമായി പ്രോബ്ലം തരുന്ന ഒരാളാണോ? അപ്പൊ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും, പല ഫിലിമിലെയും പല സീരിയലുകളിലെയും ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ടാവും നമ്മൾ നമ്മളെ ഉപ്പമാരെയും നമ്മളെ അമ്മായിമാരെയും അമ്മൂസന്മാരെയും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിനെ ഒക്കെ ഉള്ളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല ആളുകളും പാരന്റ്സിനെ വരെ അങ്ങനെയാണ് ഉള്ളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് നിരന്തരമായിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. ഇതാണ് സത്യമെന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഈ മാറ്റങ്ങൾ വരാൻ തയ്യാറാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് പൊസസീവ് എന്നാണ്, ഇഷ്ടമല്ല കേട്ടോ അവിടെ പറയുന്നത്. ആ വ്യക്തി നിങ്ങൾ എന്ത് തന്നെ കാട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ.
അതായത് നമ്മളെ കൂട്ടുകാരന്മാര് നമ്മള് തെറി വിളിക്കാണ്. അല്ലാന്നുണ്ടെങ്കില് ഇപ്പൊ പല ഫ്രണ്ട് സർക്കിളിലും കേറിക്കഴിഞ്ഞാല് അവരവരെ സ്നേഹത്തോടെ വിളിക്കുന്നതും തെറിയായിട്ടാണ്. അതായത് സ്നേഹം അവര് പ്രകടിപ്പിക്കുന്നതും തെറി ഭാഷയിലൂടെ നമ്മള് കാണുന്നതായിട്ടുണ്ട്. അപ്പൊ എന്താണ് അങ്ങനെ ആകിക്കഴിഞ്ഞാലും അവർക്കൊരു കുഴപ്പമില്ല. എത്ര ചെല്ലപ്പേര് വിളിച്ച് കഴിഞ്ഞാലും, കളിയാക്കുന്ന പേര് വിളിച്ച് കഴിഞ്ഞാൽ അവനല്ലേ വിളിച്ച് നമ്മൾ നെവർ മൈൻഡ് അടിക്കൂലേ? ഇതേപോലെ തന്നെയാണ് നമ്മളെ ലൈഫില് കുറേ കാര്യങ്ങളെ നമ്മൾ നെവർ മൈൻഡ് അടിക്കാതെ നമ്മളെന്താണ് അതിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്നത് കൊണ്ടാണ്. ഒരു പ്രോബ്ലം ലൈഫിൽ വന്നാ "ആ കിട്ടി മോനെ കിട്ടി." കാരണം എന്താ അറിയോ? പല വീട്ടമ്മമാരെയും ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നതിന്റെ അതായത് അപ്രിസിയേഷൻ ലാക്ക് ഓഫ് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു അസുഖം അല്ലെങ്കിൽ പല ആളുകൾക്കും അസുഖങ്ങൾ വരുന്നത് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ടാവാം. അതിനപ്പുറമായിട്ട് 90% ഓഫ് അസുഖങ്ങൾ വരുന്നതിന്റെ ഒന്നാമത്തെ റീസൺ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ്. ആസ് എ മെഡിക്കൽ സ്റ്റുഡന്റ്സ് എനിക്കറിയാം 90% ഓഫ് പ്രോബ്ലംസ് വരുന്നത് സൈക്കോസൊമാറ്റിക് ആയ ഡിസോർഡർ ആണ്. ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ ചിന്തകൾ കൊണ്ട്, മനസ്സിന്റെ ജന്യം കൊണ്ട് വരുന്ന അസുഖങ്ങളാണ്. അപ്പൊ എങ്ങനെ ഇത് വന്നു? നിരന്തരമായിട്ട് ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കുന്നതിലൂടെ. അതായത് എനിക്കത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി പല ആളുകളും നമ്മൾ സെഷനിലൊക്കെ കേറിയിട്ട് മെഡിറ്റേഷൻ നിരന്തരമായി ചെയ്യുന്നതിലൂടെ പല ഊരവേദനയും, തലവേദനയൊക്കെ അവിടുന്ന് റിലീസ് ആവുന്നതായിട്ട് അല്ലെങ്കിൽ അവർക്ക് മാറുന്നതായിട്ട് അവർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. നിരന്തരമായിട്ടുള്ള ഊരവേദനയും എത്രയോ കാലങ്ങളായിട്ടുള്ള മുട്ടുവേദന, ഊരവേദന ഇതൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് ട്ടോ എന്ന് പറയും. ഇതിന്റെ ഒന്നാമത്തെ റീസൺ എന്താ അറിയോ? അവിടെ നമ്മൾ സ്റ്റഡി നടത്തിയപ്പോൾ ഒരു കേസ് സ്റ്റഡീസിൽ നമുക്ക് കിട്ടിയതാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്ന പല വീട്ടമ്മമാരിലും അവർക്കെന്താണ് അപ്രിസിയേഷന്റെ ലാക്കിങ് മെന്റാലിറ്റി ഇരിക്കുന്നുണ്ട്. അതായത് മക്കൾക്കൊക്കെ കുറേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഭർത്താവിന് കുറേ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള മാത്രം ഒരാളാണ്. അവരെന്നെ ഒരു അപ്രിസിയേഷൻ ചെയ്യുന്നില്ല. നന്നായിക്ക്ണ് ട്ടോ എന്ന് പോലും പറയുന്നില്ല. അപ്പൊ ഈ ഒരു ലാക്കിങ് മെന്റാലിറ്റി ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ നീഡാണ്. അതായത് ഓരോ മനുഷ്യനും വേണ്ടതായിട്ടുള്ള ഓരോ നീഡുകൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ എത്ര തന്നെ ഒളിപ്പിച്ച് വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിന്റെ മനസ്സില് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് ലവ്, നീഡും, അപ്രിസിയേഷനും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കില് അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മളെ മനസ്സിങ്ങനെ ആലോചിച്ച് നോക്കും. അപ്പോഴാണ് പല ഊരവേദനയും പല കാലുവേദനയും, പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞോക്കും. ഉമ്മാക്ക് വയ്യട്ടോ, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറിന് വയ്യട്ടോ, എന്റെ ഭാര്യയ്ക്ക് വയ്യട്ടോ, എന്റെ ഭർത്താവിന് വയ്യട്ടോ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? കൺസൾട്ട് ചെയ്യും. അപ്പൊ അവിടെ തലോടല് കിട്ടിയില്ലേ? അപ്പൊ ഈ ഒരു തലോടല് കിട്ടിക്കഴിഞ്ഞാൽ അസുഖം സിമ്പിളായിട്ട് മാറും. ഇത് ശരിക്കലും അവരിൽ നിന്നൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടതല്ല. നമ്മൾ നമ്മുടെ സെൽഫിന് കൊടുക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് അപ്രിസിയേഷനും അതേപോലെ തന്നെ എന്താണോ നമ്മൾ ലാക്ക് ചെയ്യുന്നത് ആ ലാക്ക് ചെയ്യുന്ന കാര്യം ഒരാൾക്കും ചുറ്റുഭാഗത്ത് നിന്ന് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. 100% ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. അവർക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവർക്ക് അതിൽ പാർട്ട് ആവാൻ മാത്രമേ പറ്റുള്ളൂ. ബട്ട് 100% ഫുൾഫിൽ ചെയ്യാൻ നമ്മക്കേ നമ്മുടെ സെൽഫിനെ പറ്റുള്ളൂ. അപ്പൊ അവിടെയാണ് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. നമ്മൾ നമ്മളെയും കൂടെ കൺസിഡർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത്. അതായത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഒതന്റിക് ആയിട്ടാണോ ചെയ്യുന്നത്? ഡിസിപ്ലിനറി ആയിട്ടാണോ ചെയ്യുന്നത്? എന്ന് നിരന്തരമായിട്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കുക. അതായത് ഇങ്ങനെ ഒതന്റിക് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നമുക്കെന്താവും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ബാഡ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ, നമ്മൾ ഏറ്റവും സാഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിലല്ലേ നമ്മൾ ഇമോഷൻ മാറിക്കൊണ്ടിരിക്കുക. ആര് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ പൊട്ടിത്തെറിക്കൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി എപ്പോഴെങ്കിലും എന്തിനാ ഞാൻ പൊട്ടിത്തെറിക്കുന്നത്? അവരവർ ചെറിയ രീതിയിൽ പോലും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ എന്തൊരു പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം? അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം എന്താണ്? നമ്മുടെ ഉള്ളിൽ എന്തിന്റൊക്കെയോ വലിയ വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കാവും. നമ്മുടെ മനസ്സില് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ട് ഓവർ തിങ്കിണ്ട് എത്തിയിട്ട് വലിയ വലിയ യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കാവും. ആ യുദ്ധത്തിന്റെ പ്രതിഫലമായിട്ടാണ് പുറത്തുനിന്ന് ആരെങ്കിലും ചെറിയ രീതിയിൽ പറയുമ്പോൾ പോലും നമ്മളങ്ങട് പൊട്ടിത്തെറിക്കുന്നത് ല്ലേ. പലപ്പോഴും പല ആളുകളും കുട്ടികളെ അടുത്തതൊക്കെ തീർക്കുന്നുണ്ടാവുക. സ്വന്തം കുട്ടികളെടുത്ത് അവരാവുമ്പോ പിന്നെ ആരും ചോദിക്കാനും പറയാനില്ലല്ലോ. ഒരാവശ്യമില്ലാതെ തല്ലുക, ഒരാവശ്യമില്ലാതെ അവരെ ചൂടാവുക, ഒരാവശ്യം നമുക്ക് മനസ്സിലാവും. ചെറിയ രീതിയില് ആ കുട്ടി ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതൊന്നും പുറത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അവനോട് "മോനെ കുഴപ്പമില്ലട്ടോ, ഇനി അടുത്ത പ്രാവശ്യം നോക്കിയാൽ മതിട്ടോ" എന്നൊരു തലോടുകൾ വാക്ക് ആ കുട്ടിക്ക് കൊടുത്താ മതി. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളെന്താണ് മുന്നുണ്ടായ എന്തോ പ്രോബ്ലമോ, മുന്നുണ്ടായ എന്തോ സംഭവം ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ റൂട്ടിൽ ഇങ്ങനെ ഇരിക്കാണ്. എന്നിട്ട് ഉള്ളിലിങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പലപ്പോഴും പല ആളുകളെടുത്താ തീർക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം നമ്മളെ ഇന്നർ പീസ്, നമ്മളെ ഇന്നർ കാംനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യൂർലി ഡിപ്പെൻഡിങ് അപ്പോൺ അവർ സെൽഫ്. നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മളെപ്പോഴും പറഞ്ഞ പോലെ ബാക്കിയുള്ള ആരെയും ഒരു ചുറ്റുഭാഗത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സെൽഫിലാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ തോട്ടിനെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏത് തരത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്? ഞാൻ എടുക്കുന്ന ഓരോരോ ആക്ഷനും ഏറ്റവും 100% ഒതന്റിക് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ? എന്നൊക്കെ നിരന്തരമായി നിങ്ങളോട് ഞാൻ ചോദിക്കാം. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്?
പെർഫെക്റ്റിലിസം വന്നിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടത് കേട്ടോ. നമ്മളെ കൊണ്ട് ഇപ്പൊ പറ്റുന്ന അവസ്ഥയിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത്. അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബാക്കിയുള്ള ആളുകളെ ഫുൾഫിൽ ചെയ്യുന്നതിനപ്പുറമായിട്ട് ഈ ചെയ്ത സംഭവം ഇറ്റ്സ് ഫുൾഫിൽ മൈസെൽഫ്. ഓക്കെ. ഞാന് ഇത് ഫുൾഫില്ലഡ് ആണോ? ഞാൻ ഇതിൽ ഓക്കെ ആണോ? എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മളിന്ന് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് പ്യുവറായിട്ട് അവർക്കും ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർ പോലും അറിയാതെ അവരിന്ന് മാറ്റങ്ങളും അവരിന്ന് നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ആർട്ട് ഓഫ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. പ്രോബ്ലം എന്ന് പറയുന്നത് വി ആർ ലാക്കിങ് സംതിങ്, എന്തൊക്കെയോ കുറവ് നമ്മളിൽ സംഭവിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ കുറവുള്ള സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യാന്നൊക്കെയാണ്, ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഓപ്പൺ ടു റിസീവ്. ആ ഓപ്പൺ ടു റിസീവ് എന്ന് പറയുന്നതാണ് കാര്യം കെടുക്കുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും മാത്രം പോരാ, നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ഓപ്പൺ ആണോ എന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കണം. നമ്മള് റിലേഷൻഷിപ്പിൽ നമ്മളോട് ആരെങ്കിലും വേഴ്സ്റ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് എടുത്ത് നോക്കുക, ഇമോഷൻ എടുത്ത് നോക്കുക, എന്താണ് എൻ്റെ ഉള്ളിലുള്ളത്, ഇതിനപ്പുറമായിട്ട് ഓല് ഏറ്റവും നല്ല രീതിയിൽ എന്നോട് പെരുമാറുന്നത് പോലെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ അവിടുന്ന് പ്രവർത്തനം നമുക്ക് കിട്ടുന്നുള്ളതാണ്. നമ്മൾ നല്ല സന്തോഷത്തോടെ പെരുമാറുന്ന ആളുകൾ നിങ്ങൾ എടുത്ത് നോക്കി, ഉള്ളിൽ അവരെ പറ്റിയിട്ട് ഓരോ കാര്യത്തെയും പറ്റിയും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇമേജും ഒരു ഇമോഷനും ഇരിക്കുന്നുണ്ടാവും. ആ ഇമേജ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതാവാം. അതാവുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ അവർ വന്നുകൊണ്ടേയിരിക്കുക. അതേപോലെ നമ്മളെ മൈൻഡിന് ഒരു കളിയുണ്ട് റിലേഷൻഷിപ്പിൽ ട്ടോ. അതായത് നമ്മളിപ്പോ ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരാളെ പറ്റി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ നമ്മളിന്നൊരു ബാഡ് സിറ്റുവേഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ നമ്മള് അവരുടെ കുറ്റും കുറവും മാത്രം നമ്മളെ കണ്ണിൽ കാണാൻ പറ്റുള്ളൂ. അന്നേരം നമ്മൾ ഒരാളെ പറ്റി നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നല്ലത് മാത്രം ചിന്തിച്ചിരിക്കാന്നുണ്ടെങ്കിൽ എത്ര കുറ്റം കുറവുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവിടെ കുറ്റം കുറവൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈ കൗമാരപ്രായത്തില് ലവേഴ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അവനെ പറഞ്ഞു കഴിഞ്ഞാലും അവൾ അക്സെപ്റ്റ് ചെയ്യാനേ തയ്യാറാവില്ല. അവളെന്താ പറഞ്ഞത്? "കുഴപ്പല്ല. ഇക്കൊരു കുഴപ്പമില്ല." കാരണം എന്താണ്? അവളവിടെ നോക്കുന്നത് അതൊന്നുമല്ല. പ്രണയം എന്നൊരു സംഭവത്തിലേക്ക് മാത്രാന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതേപോലെ തന്നെ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളും വരാന്നുണ്ടെങ്കിൽ അപ്പൊ ചിന്തിക്കൽ തുടങ്ങും. അന്ന് അവൻ എന്നോട് അങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ അന്ന് അവൾ എന്നോട് ഇങ്ങനെ പെരുമാറി. ഇങ്ങനെ കാരണം അപ്പൊ അവൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടില്ലേ? കാരണം അങ്ങനെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കും എന്നുള്ളതാണ്. ഇത് നമ്മളൊരു നേച്ചറാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കുക? ഒരു അൺകോമൺ ആയിട്ടുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. എങ്ങനെ നമ്മൾ അൺകോമൺ ആയിട്ട് മാറുക? നമ്മുടെ മനസ്സിനെ പറ്റി മനസ്സിലാക്കുന്നതിലൂടെ മാത്രമാണ് നമ്മൾ അൺകോമൺ ആയിട്ട് മാറുക. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ ഒരു റിമോട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഈ ഒരു റിമോട്ടിനെ യഥാർത്ഥമായിട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നതിലൂടെ അല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻ്റെ ലൈറ്റിനെയും എൻ്റെ ഫാനിനെയും എൻ്റെ കമ്പ്യൂട്ടറിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം തോന്നിയ പോലത്തെ സ്വിച്ച് അതിലേക്ക് നിൽക്കാൻ തയ്യാറെന്താണ്? തോന്നിയ പോലത്തെ ചുറ്റുപാട് മാറില്ല ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളെന്ന് പറയുന്നതിന്റെ കൺട്രോളൊക്കെ എടുക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ആ മനസ്സിന്റെ റൂൾസും മനസ്സിന്റെ റെഗുലേഷൻസും മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് അറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞാല് ഈ വേൾഡിനെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ പോലും അറിയാത്തൊരു കാര്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോ നമ്മൾ നമ്മുടെ മനസ്സിനെ അറിയുന്നതിലൂടെ ആ സ്റ്റോറി നമ്മൾ പറയാം, നമ്മുടെ മൈൻഡിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെയാണ് പരിപൂർണമായിട്ട് ഈ ഒരു ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ രീതിയിൽ ചുരുങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ, ഇതിനൊക്കെ പറ്റിയ ഡെപ്തിലേക്ക് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കണക്ട് ചെയ്താൽ മതി. അതിനുള്ള വേസും അതിനുള്ള വർക്ക്ഷോപ്സ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണലായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് ലിമിറ്റഡ് ഓഫ് ടൈം ആണ്, ലിമിറ്റഡ് ഓഫ് ടോപ്പിക് ആണ് നമ്മൾ തീർക്കാനുള്ളത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ? അതിനപ്പുറമായിട്ട് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഫോൺ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നടന്നു പോയതാണോ? ഓക്കെ, ഓക്കെ, ഓക്കെ. ബാക്കി 2 പേരും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സെഷനൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യാം. എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ സൊല്യൂഷൻസ് ഇരിക്കുന്നുണ്ട്. ഡോണ്ട് വറി. ആകെ ഒരു ലൈഫ് ഉള്ളൂ. ആ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് ലൈഫിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കുറേ പ്രോബ്ലംസും കല്ലും മുള്ളും നടക്കാതെ കല്ലും മുള്ളിലും എങ്ങനെ നടക്കാന്നുള്ളത് പഠിച്ചിട്ട് ഓവർകം ചെയ്ത് പോവാന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച്. ബൈ.